ഹലോ, സുഖല്ല എല്ലാവർക്കും. ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഒരു കുഞ്ഞ് ഫീച്ചറിനെ കുറിച്ചിട്ട് അറിയാൻ പോവാണ്. ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും ഒരുപാട് പേർക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് പറയാൻ പോകുന്നത്. വാട്സപ്പിൽ നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഫോട്ടോസും വീഡിയോസും അയക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ ഈ ഫോട്ടോസും വീഡിയോസും പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് വാട്സപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ സൈസും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കുറച്ചിട്ടാണ് അത് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അയക്കുന്ന വീഡിയോസിൻ്റെ ഫോട്ടോസിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ കുറഞ്ഞ് കാണിക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി തന്നെ, ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് അതിൻ്റെ ഇമേജിൻ്റെയും വീഡിയോയുടെയും ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ ഫോട്ടോസ് അയക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യപ്പെടുന്ന ഫോട്ടോയുടെ ഏറ്റവും മുകളിൽ HD എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻ കാണിക്കും: സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, HD ക്വാളിറ്റി. ഇതിൽ നമ്മൾ HD ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്താൽ നമ്മുടെ കൂട്ടുകാർക്ക് അത് HD ക്വാളിറ്റിയിലായിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് വീഡിയോ അയച്ചു കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഏത് ഫോട്ടോസും ഏത് വീഡിയോസ് അയക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് HD ക്വാളിറ്റിയിൽ അവർക്ക് സെൻഡ് ആവണമെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ HD ക്വാളിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി കിട്ടേണ്ട ആൾക്ക് HD ആയിട്ട് കിട്ടിക്കോളും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ മെസ്സേജ് അയക്കുന്ന ആ ബോക്സിൽ ഒരു ക്ലിപ്പിൻ്റെ ഒരു പിന്നിൻ്റെ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനെ ഓപ്പൺ ചെയ്യുക. അതിൽ ബ്രൗസ് ഡോക്യുമെൻറ്റ്സ് എടുക്കുക. അതിൽ നമുക്ക് അയക്കേണ്ട ഏത് ഫോട്ടോസ് ആണോ ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വീഡിയോസ് എന്താക്കുക സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് എന്താക്കുക അയച്ചാൽ അത് ഡോക്യുമെൻ്റ് ആയിട്ട് അതിൻ്റെ സൈസ് ഒട്ടും കുറയാതെ, അതായത് അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. ഇത്രയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഉപകാരപ്രദമാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.